1947 ഒരു വസന്തകാലത്ത് ഇറ്റലിയിലെ മോണ്ടിച്ചിയാരിയിലെ ഒരു ആശുപത്രി ചാപ്പലിൽ പിയറീന ഗില്ലി എന്ന ഒരു നേഴ്സ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവളുടെ ജീവിതത്തിൽ അവൾക്കൊരിക്കലും മറക്കാനാകാത്ത ഒരു സംഭവമുണ്ടായി. പരിശുദ്ധ ദൈവമാതാവ് അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വയലറ്റ് വസ്ത്രത്തോടെ തലയിൽ വെള്ള നിറത്തിലുള്ള ശിരോവസ്ത്രം ധരിച്ചിരുന്ന അമ്മയുടെ മുഖത്ത് ദുഃഖഭാവം നിഴലിക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തറയിലേക്ക് പതിക്കുന്നു. അമ്മയുടെ ഹൃദയം 3 വാളുകളാൽ തുളയ്ക്കപ്പെട്ടതായി അവൾക്ക് കാണപ്പെട്ടു. ഈ സമയത്ത് അമ്മ പറഞ്ഞത് 3 വാക്യങ്ങളാണ്: പ്രാർത്ഥന, പ്രായശ്ചിത്തം, പരിഹാരം. 1947 ജൂലൈ 13 പരിശുദ്ധ അമ്മ വീണ്ടും അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് 3 വാളുകളുടെ സ്ഥാനത്ത് വെള്ള, മഞ്ഞ, ചുവപ്പ് നിറങ്ങളിലുള്ള 3 റോസാ പുഷ്പങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് വെള്ള വസ്ത്രം ധരിച്ചാണ് അമ്മ വന്നത്. റോസാപ്പൂക്കൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് അമ്മ ഇപ്രകാരം വിശദീകരിച്ചു കൊടുത്തു: വെള്ള പ്രാർത്ഥനയെയും ചുവപ്പ് പരിത്യാഗത്തെയും മഞ്ഞ അനുതാപത്തെയും മാനസാന്തരത്തെയും സൂചിപ്പിക്കുന്നു. ഞാൻ ഈശോയുടെ അമ്മയാണ്, നിങ്ങളുടെയും അമ്മയാണ്. ഞാൻ വന്നിരിക്കുന്നത് സ്ത്രീ പുരുഷന്മാരായ സമർപ്പിതരുടെ മധ്യേ ഒരു പ്രത്യേക മരിയ വണക്കത്തിന് ആരംഭം കുറിക്കാനാണ്. ഓരോ മാസത്തിൻ്റെയും ആദ്യ 12 ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും 13 ആഘോഷത്തോടെയുള്ള പ്രത്യേക പ്രാർത്ഥനയും അനുഷ്ഠിക്കുക. ജൂലൈ 13 റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യേക വണക്ക ദിവസമായും വർഷം തോറും കൊണ്ടാടുക. പരിശുദ്ധ അമ്മ 3 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹോസ്പിറ്റൽ ചാപ്പലിൽ മറ്റ് സ്റ്റാഫ് അംഗങ്ങളുടെയും ഡോക്ടർമാരുടെയും അനേകം പേരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പുത്രൻ ഈശോയുടെയും മനുഷ്യവർഗത്തിൻ്റെയും ഇടയിൽ ഞാൻ മധ്യസ്ഥയാണ്. ദൈവദൂഷണം പെരുകിയിരിക്കുന്ന ലോകത്തിന്മേൽ പിതാവായ ദൈവത്തിൻ്റെ കോപം അധികരിച്ചിരിക്കുകയാണ്. സ്നേഹത്തിൽ ജീവിക്കുക. 1947 നവംബർ 16 അനേകരുടെ സാന്നിധ്യത്തിൽ മോണ്ടിച്ചിയാരി ബസിലിക്കയിൽ നടന്ന ദർശനത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞു: മനുഷ്യന്റെ തിന്മകൾ അധികരിച്ചിരിക്കുന്നതിനാൽ കടുത്ത ശിക്ഷ അയക്കാൻ ദൈവം തുനിയുകയാണ്. ഒരിക്കൽ കൂടി ക്ഷമിക്കാൻ ഞാൻ പിതാവിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പാവങ്ങൾക്കെല്ലാം മാപ്പപേക്ഷിച്ച് പരിഹാര പ്രവൃത്തികൾ ചെയ്യുക. ഞങ്ങൾ ക്ഷമിക്കപ്പെടുമോ എന്ന് ആ അവസരത്തിൽ പരിശുദ്ധ കന്യകയോട് പിയറീന ഗില്ലി ചോദിച്ചു. ഈ തിന്മകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നിടത്തോളമെന്ന് അമ്മ അവൾക്ക് മറുപടി നൽകി. 1947 നവംബർ 22 മോണ്ടിച്ചിയാരി ബസിലിക്കയിൽ അനേകരുടെ സാന്നിധ്യത്തിലായിരുന്നു 5ാമത്തെ ദർശനം. പിയറീനയോട് മാതാവ് ബസിലിക്കയുടെ തറയിൽ 4 പ്രാവശ്യം നാവുകൊണ്ട് കുരിശു വരയ്ക്കാൻ ആവശ്യപ്പെട്ടു. പിയറീന അപ്രകാരം ചെയ്തു. മാതാവ് അവിടേക്ക് ഇറങ്ങി വന്നു പറഞ്ഞു: ഇവിടെ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കും. ലൈംഗിക തിന്മകളിലൂടെ ഇറ്റലിയിലെ ക്രിസ്ത്യാനികളായവർ എൻ്റെ യേശുവിനെ ദുഃഖിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, പരിഹാര പ്രവൃത്തികൾ ചെയ്യുക. പരിശുദ്ധ അമ്മ വീണ്ടും പറഞ്ഞു: ഡിസംബർ 8 ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ വീണ്ടും വരും. അതൊരു കൃപയുടെ മണിക്കൂറായിരിക്കും. കൃപയുടെ മണിക്കൂർ എന്നാൽ എന്താണെന്ന് അപ്പോൾ പിയറീന ചോദിച്ചു. ആ മണിക്കൂറിൽ ഇവിടെ ധാരാളം മാനസാന്തരങ്ങൾ സംഭവിക്കുമെന്ന് മാതാവ് അറിയിച്ചു. ഈ ഒരു പ്രാവശ്യം മാത്രമാണ് പ്രത്യക്ഷീകരണ സമയം മുൻകൂട്ടി അമ്മ അറിയിച്ചത്. ഡിസംബർ 7 6ാം ദർശനത്തിൽ ഫാത്തിമയിലെ ഫ്രാൻസിസ് മാതാവിന്റെ വലതുവശത്തും ജസീന്ത ഇടതുവശത്തുമായാണ് പരിശുദ്ധ അമ്മയോടൊപ്പം പ്രത്യക്ഷപ്പെട്ടത്. പിയറീനയുടെ കുമ്പസാരക്കാരനായ പുരോഹിതൻ ഉൾപ്പെടെ 3 പേരുടെ സാന്നിധ്യം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ഫാത്തിമയിൽ ആവശ്യപ്പെട്ടിരുന്ന അതേ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുകയാണ്. പരിശുദ്ധ അമ്മ പിയറീനയ്ക്ക് ഒരു രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ പരസ്യമാക്കാൻ സമയമാകുമ്പോൾ മാത്രമേ അത് പരസ്യമാക്കാവൂ എന്നും പറഞ്ഞു. 1947 ഡിസംബർ 8 മോണ്ടിച്ചിയാരി ബസിലിക്കയിൽ അനേകം പുരോഹിതർ ഉൾപ്പെട്ട ഒരു ജനസഞ്ചയത്തിന് മധ്യേ പരിശുദ്ധ അമ്മ പിയറീന മുട്ടുകുത്തി നിന്ന സ്ഥലത്ത് അലങ്കൃതമായ ഗോവണിയിൽ ഇറങ്ങി വന്നു. പരിശുദ്ധ അമ്മ പറഞ്ഞു: എൻ്റെ ദിവ്യപുത്രൻ ഈശോയുടെ കൃപ നിറഞ്ഞ അമ്മയാണ് ഞാൻ. റോസാ മിസ്റ്റിക്ക എന്ന നാമത്തിൽ അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ മനുഷ്യരെ സ്നേഹിക്കുന്ന തൻ്റെ വിമല ഹൃദയം പിയറീനയ്ക്ക് കാണിച്ചു കൊടുത്തു. എല്ലാ വർഷവും ഡിസംബർ 8 ഉച്ചസമയം കൃപയുടെ മണിക്കൂറാണ്. നല്ല മനുഷ്യർ പാപികളായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൻ അവരെ കൃപകളാൽ നിറയ്ക്കും.
വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ വരുമെന്ന് അമ്മ അപ്പോൾ അറിയിച്ചത് പ്രകാരം 1966 മോണ്ടിച്ചിയാരിക്ക് സമീപമുള്ള ഫോണ്ടാനല്ലയിൽ അമ്മ ദർശനം നൽകി. 1964 നവംബർ 21 പോൾ ആറാമൻ മാർപ്പാപ്പ ഒരു അറിയിപ്പ് വഴി പരിശുദ്ധ അമ്മയെ റോസാ മിസ്റ്റിക്ക എന്ന നാമത്തിൽ വണങ്ങുവാൻ ആഹ്വാനം ചെയ്തു. 2024 ജൂലൈ 9 റോസാ മിസ്റ്റിക്ക മാതാവിന് ഔദ്യോഗികമായ അംഗീകാരം തിരുസഭ നൽകുകയും ചെയ്തു. നമുക്കും പരിശുദ്ധ അമ്മയുടെ ആഹ്വാനപ്രകാരം പ്രാർത്ഥിക്കാം, പ്രായശ്ചിത്തം ചെയ്യാം, പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.